മാറ്റി നോക്കുക. എന്നാ എന്റെ ഇഷ്ടമാരെ നിങ്ങൾ ആ ചുവപ്പ് കൊടിയൊക്കെ താഴ്ത്തി വെത്തി, എന്നിട്ട് ഈ പച്ചക്കൊടി ഉയർത്തി പിടിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി പുലിക്കുട്ടി സിന്ദാബാദ് എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നമ്മുടെ പ്രകടനം പോരണ്ടേ? അച്യുതാനന്ദന് പോകുന്നോണ്ട് നമ്മളെടുക്കും, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അച്യുതാനന്ദനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ വല്ല പ്രതിപക്ഷം തന്നെ മന്ത്രി മുഖ്യമന്ത്രി ഒന്നും ആക്കൂല, അതിനകത്തുള്ള സാധനമൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലീഗ് രാഷ്ട്രീയം അങ്ങനെയാണ്. ലീഗ് ഒരാളെയും ഒരു സ്ഥാനത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളിൽ ഒരാളെ ഇന്ന സ്ഥാനം കൊടുക്കണമെന്ന് പാണക്കാട്ട് നിന്ന് ഒരു അഭ്യർത്ഥന വന്നാൽ ഏത് കൊലകൊമ്പനായാലും ശരി അത് ഞങ്ങൾ വകവെക്കില്ല. ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും. അത് പാണക്കാട് വരണം. പാണക്കാട് വന്ന റെഡിയാ. അത് 5ാം മന്ത്രി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്തിന് കണക്കിച്ചല്ലേ? നിങ്ങൾക്ക് കുറുക്കോളി മൊയ്തീൻ സാഹിബ് കണക്കൊക്കെ ഇങ്ങനെ പറയൂലേ? അദ്ദേഹം നല്ല സംസാരിക്കും. ഞാൻ ഉള്ളത് കൊണ്ട് കുറച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കണക്ക് വെച്ചാൽ 38 MLA കോൺഗ്രസിനുള്ള അന്ന് 38-ന് 10 മന്ത്രിമാരുടെ സ്നേഹത്തോടു കൂടി പറയാം. 38-ന് 10 മന്ത്രിമാരുണ്ടായ 3.8 MLA ഒരു മന്ത്രിയല്ലേ? കേരള കോൺഗ്രസ് മാണിക്ക് 9 MLA-മാരില്ലേ? 2 മന്ത്രിയും ഒരു ചീഫ് വിപ്പ് 3 ക്യാബിനറ്റ് പദവിയുള്ള ആളില്ലേ? 9-നെ 3 കൊണ്ട് അടിച്ചാൽ 3 MLA ഒരു മന്ത്രിയില്ലേ? ജേക്കബ് 1 MLA ഒരു മന്ത്രി, ബാലകൃഷ്ണപിള്ള 1 MLA ഒരു മന്ത്രി. അങ്ങനെ 11 MLA-മാര്, 5 മന്ത്രിമാരില്ലേ? ഞങ്ങൾ 20 ലിസ്റ്റന്മാരെ ഞങ്ങൾ ഓട് പൊളിച്ചുകൊണ്ട് നടത്തി വന്നൊന്നല്ലോ. ഇവിടൊക്കെ ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് ജനങ്ങളെ വോട്ട് വാങ്ങി മാന്യമായി 20 സീറ്റിൽ ഞങ്ങൾ MLA-മാരില്ലേ? അതിനൊന്ന് അരിച്ചു നോക്കി അരണം നിച്ചുണ്ടെങ്കിൽ 4-നല്ലേ ഞങ്ങൾ ചോദിച്ച്. അതല്ലേ 5ാം മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള 5 മന്ത്രി ഞങ്ങൾ തന്ന്. അപ്പൊ CPM-മാരെ പറയും 5 മന്ത്രി എന്തിനാ, എന്ത് കുന്തത്തിനാ? CPM-മാർ അങ്ങനെ പറയും കുത്തിരുന്ന്. നിയമസഭ ഭൂരിപക്ഷമൊക്കെ കിട്ടി, പീഡിയക്കൊലായ്മ കുത്തിരുന്ന് CPM-മാർ പറയാം നിങ്ങളെ മന്ത്രി ആരൊക്കെ? നിങ്ങൾ മുനീറിനെ മന്ത്രിയാക്കൂലല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങൾ മുനീർ മന്ത്രിയാക്കണമെങ്കിൽ ഞങ്ങളല്ലേ. നിങ്ങൾ PA അഹമ്മദ് കബീർ മന്ത്രിസ്ഥാനം കൊടുക്കൂലല്ലേ? സമദാനിനെ മന്ത്രിയാക്കൂലല്ലേ? ഞാൻ അങ്ങനെ ആലോചിച്ചു, അല്ല സാർ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ മന്ത്രിമാർ ആരായിക്കോട്ടെ, നിങ്ങൾക്ക് അത്ര വലിയ ഉത്സാഹം പോലെ നമ്മളും കുത്തിക്ക് അടുങ്ങോട്ടേ നമ്മളടുക്കൾ പറഞ്ഞ് ഞങ്ങൾ 1 മിനിറ്റ് മതി ഞങ്ങളെ മന്ത്രിമാരെ തീരുമാനിക്കാൻ. അങ്ങനെ 4 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് പിന്നെ ഒരു കൊല്ലത്തോടെ എടുത്തപ്പോൾ 5ാമത്തെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചില ഭാഗത്തൊക്കെ ഒരു അസ്വാരസ്യം. അതുവരെ ലീഗിനെ പുകഴ്ത്തി പാടിയോലൊക്കെ ലീഗിനെതിരെ അങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. കുറേയൊക്കെ ഞങ്ങൾ കേട്ടുന്നു. പിന്നെ ഞങ്ങൾ ചോരയും തളുപ്പൊക്കെയുള്ള മക്കളല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ശ്രമിച്ചാളിന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾക്ക് 5 മന്ത്രിമാർ ഞങ്ങൾക്ക് മാന്യമായി കിട്ടിയത്. ഞങ്ങളുടെ നാട്ടിലെ ചില ആളുകളൊക്കെ 1, 2, 3, 4, 6 നണ്ണിന് ഞാൻ ചോദിച്ചാൽ എന്തേ 5 എണ്ണാത്ത് തോന്നുന്നു. 5 തന്നെയാ ലീഗുകാർ ഓർമ്മയില്ല, അതിനോട് ഓർക്കാക്കാൻ വേണ്ടി. എന്നാൽ നിങ്ങളത് ഓർക്കാതെക്കുക എന്നല്ലാതെ ആ കണക്ക് ശരിയാവില്ല കേട്ടോ. അത് 5 എണ്ണീറ്റേ 6 എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് 5ാം മന്ത്രി ഞങ്ങൾക്ക് കിട്ടൽ നിർബന്ധം. ഞങ്ങൾ കണക്ക് പ്രകാരം പറഞ്ഞു അത് അലീന വേണം താനും. അത് ഞങ്ങളൊരു അഹങ്കാരം വിചാരിച്ചോളിയാ, കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കൊണ്ടെടുത്തൊരു സാധനമല്ലേ, നിങ്ങളേത് ഇങ്ങോട്ട് പോന്നല്ലേ. അപ്പൊ ഇങ്ങളെന്ന് പോന്നേനെ നിങ്ങൾക്കെതിരെ തന്നെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു സുഖമുണ്ട് ഇഷ്ടംമാരി. ആ CPM-മാര് മനസ്സിലാവും, ഒരു നിശ്ചയമുണ്ട്. ഇപ്പൊ ഒരു സുഖമുണ്ട്. അതാണ് ഞങ്ങൾ 5 മന്ത്രിമാരുമായി വന്നത്. ആ 5 മന്ത്രിമാർ കേരളത്തിൽ ഭരിച്ചത് കൊണ്ട് കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം, സാമുദായിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് ചില ഭാഗത്തുനിന്ന് വന്നു. അത് ശരിയാണോ? എന്റെ പ്രിയപ്പെട്ട NSS-കാരൻ ഞങ്ങൾക്ക് വളരെ ബഹുമാനമാണ്, ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ്. NSS-കാര, ഞാൻ മാന്യമായി ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാർ കേരളത്തിൽ ഭരിച്ചു, ഇത്രയും കാലം ഭരിച്ചല്ലോ. എന്താ ഇവിടെ ഉണ്ടായുള്ള? ആകാശത്ത് ഇടിഞ്ഞു വീണോ? ഭൂമി മുകളിലോട്ട് പോയി ആകാശത്തേക്ക് ഇടിച്ചോ? ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സഹോദരനോ അല്ലെങ്കിൽ ഒരു ജാതിയിലും വിശ്വസിക്കാത്ത ഏതെങ്കിലും ഒരാൾക്കോ മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? പറയണം, നിങ്ങൾ പറയണം, ജനങ്ങളോട് പറയണം. ഞങ്ങൾ റോഡ് ഉണ്ടാക്കിയ VK ഇബ്രാഹിം കുഞ്ഞ് ടാർ ചെയ്ത് ഹൈവേ റോഡിൽ മുസ്ലിങ്ങൾക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗുകാരന് മാത്രം എന്നെഴുതി വെച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ IT വകുപ്പിൽ മുസ്ലിങ്ങൾക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ 5 മന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ ഇന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്രിമാരെ പിൻവലിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ മറിച്ച്
നിങ്ങൾ വേറെ ചില കളികളാ കളിക്കുന്നത് വെച്ചാൽ ആ പരിപ്പ് ഇച്ചട്ടിയിൽ വേവിക്കണ്ട എന്ന് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടിയുണ്ട്, ഒരു വികൃതിയായ കുട്ടിയാണ്. കുട്ടി എപ്പോഴും അപ്പുറത്തെ വീട്, അപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കോഴിക്കോട് മലപ്പുറം ഭാഷയാണ്, അതേറെ അപ്പുറത്തുള്ള വീടിൻ്റെ മുറ്റത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കും. കുട്ടി അങ്ങനെ ക്രിക്കറ്റ് കളിച്ച് ആ വീടിൻ്റെ ജനൽ ചില്ലൊക്കെ അങ്ങനെ പൊട്ടിക്കുകയെന്ന് പറയും. ജനൽ ചില്ലൊക്കെ പൊട്ടിച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അമ്മ പുറത്ത് വന്നു, കുട്ടീൻ്റെ അമ്മൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങളെ മോൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്. ഈ അമ്മ പറഞ്ഞു, അതിനെന്താ ഓനത് കളിച്ചോട്ടെ, എല്ലാവരും സന്തോഷത്തിന് കളിക്കുന്നതല്ല എൻ്റെ വീടിൻ്റെ ചില്ലൊക്കെ പൊട്ടിക്കുന്നുണ്ട്, ക്രിക്കറ്റ് ബോൾ കൊണ്ട്. അല്ല, ഈ അമ്മ പറഞ്ഞു, ഇത് അത്ര കാര്യമാക്കണ്ട, ഓന് പിരാന്താണ്. പിരാന്ത് പറഞ്ഞാൽ ഭ്രാന്താണ്, എന്നോടാണ് ഓന് ചില്ലൊക്കെ അങ്ങനെ പൊട്ടിക്കുന്നത്. അതിൽ ആ അമ്മ പറയും, എന്നിട്ട് എൻ്റെ വീടിൻ്റെ ചില്ലൊന്നും പൊട്ടുന്നില്ലല്ലോ. അതിൽ കുട്ടിയുടെ അമ്മ പറഞ്ഞു, അത്രക്ക് ഭ്രാന്തോനില്ല, അവനാൻ്റെ വീടിൻ്റെ ചില്ല് പൊട്ടിക്കാൻ മാത്രം ഭ്രാന്തില്ല, ആരാൻ്റെ വീടിൻ്റെ ചില്ല് പൊട്ടിക്കാൻ മാത്രമല്ല ഭ്രാന്തേ ഉള്ളൂ. അന്ന പോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ 5 മുസ്ലിം മന്ത്രിമാർ ആയി എന്ന് കരുതി അതിനെ ഒരു സാമുദായിക ധ്രുവീകരണം നൽകി ഇതിനങ്ങോട്ട് ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിനാ ഞങ്ങളൊക്കെ അത് കച്ചകെട്ടി ഇറങ്ങിയത്. ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആവേശം. ലീഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മാതൃസംഘടനയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉണ്ടായിരിക്കണം. അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 8 MLA-മാർ മാത്രം വിജയിച്ചപ്പോ CPM-കാരൻ പൊതുയോഗം വെച്ചുകൊണ്ട് ഇതാ ലീഗ് നശിച്ചിരിക്കുന്നു, ലീഗ് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല, ലീഗിലുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ ലീഗ് വിട്ട് വേറെ പാർട്ടിയിലേക്ക് പോയിക്കൊള്ളൂ, ലീഗ് ഒരിക്കലും ഇനി ഉണർത്ത് കേരളത്തിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ വേദനയോടുകൂടി ഞങ്ങൾ കേട്ടിരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8-ന് 16 അല്ല 8-ന് 20 MLA-മാരെ കേരള നിയമസഭയിലേക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും മാപ്പിളാര് മാത്രം വോട്ട് ചെയ്താന്നുള്ള അവകാശം ഞങ്ങൾക്കില്ല. ലീഗിന്റെ 20 MLA-മാരെ മാപ്പിളാർ ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്നുള്ള ഒരു വർത്താനം ഇവിടെ നിങ്ങൾ ആരും പറയോ ഇല്ല. ഞങ്ങൾ ജയിച്ച മണ്ഡല സഖാബ് നടിച്ചു അഴീക്കോട് കണ്ണൂർ ജില്ലയാണ്. നിങ്ങളെ പറഞ്ഞ മുറ്റത്ത് കയറിയല്ലേടാ കൊടിയിട്ടേ ഞങ്ങള് അഴീക്കോട് മണ്ഡലം ഇങ്ങനെ കാണിക്കാൻ. ഞാൻ TV ഇങ്ങനെ കാണുക, TV കാണുമ്പോൾ ഇങ്ങനെ കാണിക്കും ഫ്ലാഷ് ന്യൂസ്. പ്രകാശൻ മാസ്റ്റർ 1000 വോട്ടിന് ലീഡ് ചെയ്യുന്നു, പ്രകാശൻ മാസ്റ്റർ 3000 വോട്ട് ലീഡ് ചെയ്യുന്നു, പ്രകാശൻ മാസ്റ്റർ അഴീക്കോട് 5000 വോട്ട് ലീഡ് ചെയ്യുന്നു, പ്രകാശൻ മാസ്റ്റർ 10000 വോട്ട് ലീഡ് ചെയ്യുന്നു. പിന്നെ നോക്കിയപ്പോൾ TV ഒറ്റ മിന്നല ഫ്ലാഷ് ന്യൂസ് അഴീക്കോട് KM ഷാജി വിജയിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അഴീക്കോട് മണ്ഡലം അങ്ങ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോടിൽ ഞങ്ങൾ കൊടികുത്തി. കാസർഗോഡ് ഞങ്ങൾ വിജയിച്ചു 2 സീറ്റിൽ, കോഴിക്കോട് 5-ൽ 3 വിജയിച്ചു, മലപ്പുറത്ത് 12-ൽ 12 നേടി 10 മാറ്റോടുകൂടി ഞങ്ങൾ കടന്നു വന്നു കേരളത്തിലെ നിയമസഭയിൽ. പാലക്കാട് വന്നു, എറണാകുളത്ത് വന്നു. അങ്ങനെ മുസ്ലിം ലീഗ് ആകെ തോറ്റത് 4 സീറ്റിലാണ്. എൻ്റെ പ്രിയപ്പെട്ട UC രാമന്റെ നേതാവടക്കമുള്ള UC രാമൻ അടക്കമുള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. അതെങ്ങനെ പരാജയപ്പെട്ട്? ഈ പുനർനിർണയത്തിലെ പാളിച്ച കൊണ്ട്, പുനർനിർണയത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയി. ചില പഞ്ചായത്തുകൾ വന്നു, ചില പഞ്ചായത്തുകൾ പോയപ്പോൾ കുന്നമംഗലത്ത് UC തോറ്റു.